ഇതൊരു പരലോക ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അതിലാണ് ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈശ്വര വിശ്വാസം പോലും പരലോക ജീവിതം ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നത്. ഈശ്വരനെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ ഈശ്വരൻ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് പരലോകത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്, വിശ്വാസികളായിട്ടുള്ള എല്ലാവരും. അതും അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നന്മ ചെയ്യുന്ന എല്ലാവർക്കും ഫലമുണ്ടാകുമെന്നാണ് നമ്മുടെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പോൾ നന്മ ചെയ്യാനുള്ള ഒരു പ്രേരണ നമുക്കെപ്പോഴും ഉണ്ടാവണം. പരലോകം ഉണ്ടായാലും പരലോകം ഉണ്ടില്ലെന്ന് എന്ത് തരത്തിലുള്ള വിശ്വാസങ്ങളായാലും മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം നന്മ ചെയ്യുന്നിടത്തോളം ഒരു മനസുഖം നമുക്കൊന്നിനും കിട്ടൂല. ചെയ്തു നോക്കിയാലേ അറിയൂ. ഒരാൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായിക്കപ്പെട്ട ആള് സന്തോഷിച്ചില്ലെങ്കിലും നമുക്കൊരു ഗൂഢമായ സന്തോഷമുണ്ടാവും. അയാൾ നമ്മളോട് നന്ദി കാണിക്കാതിരിക്കുക അയാളുടെ ഇഷ്ടം. പക്ഷേ നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെപ്പോഴും സന്തോഷിക്കാൻ പറ്റും എന്നുള്ളത് നന്മ ചെയ്യുമ്പോഴേ മനസ്സിലാവും. എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള ആഗ്രഹവും അവസരങ്ങളും മനസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഇതൊരു പരലോക ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അതിലാണ് ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈശ്വര വിശ്വാസം പോലും പരലോക ജീവിതം ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നത്. ഈശ്വരനെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ ഈശ്വരൻ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് പരലോകത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്, വിശ്വാസികളായിട്ടുള്ള എല്ലാവരും. അതും അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നന്മ ചെയ്യുന്ന എല്ലാവർക്കും ഫലമുണ്ടാകുമെന്നാണ് നമ്മുടെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പോൾ നന്മ ചെയ്യാനുള്ള ഒരു പ്രേരണ നമുക്കെപ്പോഴും ഉണ്ടാവണം. പരലോകം ഉണ്ടായാലും പരലോകം ഉണ്ടില്ലെന്ന് എന്ത് തരത്തിലുള്ള വിശ്വാസങ്ങളായാലും മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം നന്മ ചെയ്യുന്നിടത്തോളം ഒരു മനസുഖം നമുക്കൊന്നിനും കിട്ടൂല. ചെയ്തു നോക്കിയാലേ അറിയൂ. ഒരാൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായിക്കപ്പെട്ട ആള് സന്തോഷിച്ചില്ലെങ്കിലും നമുക്കൊരു ഗൂഢമായ സന്തോഷമുണ്ടാവും. അയാൾ നമ്മളോട് നന്ദി കാണിക്കാതിരിക്കുക അയാളുടെ ഇഷ്ടം. പക്ഷേ നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെപ്പോഴും സന്തോഷിക്കാൻ പറ്റും എന്നുള്ളത് നന്മ ചെയ്യുമ്പോഴേ മനസ്സിലാവും. എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള ആഗ്രഹവും അവസരങ്ങളും മനസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.